ഹലോ, എല്ലാവർക്കും വീണ്ടും സോഷ്യൽ ഫ്രീലാൻസർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റഗ്രാം ലേഔട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ പല സെലിബ്രിറ്റീസിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ നോക്കിയാൽ അവരെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസിൻ്റെ ബോർഡറായിട്ട് ഒരു വൈറ്റ് കളർ കാണാം. അതായത് വൈറ്റ് ബോർഡർ കാണാം. അതെങ്ങനെ ഡിസൈൻ ചെയ്യാം, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പല മെത്തേഡ് ഉണ്ട്. ചില യൂസേഴ്സ് ചില ആപ്പ് യൂസ് ചെയ്യും. അതായത് ഇൻസ്റ്റഗ്രാം ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് തന്നെയാണ്. അതായത് ഞാൻ ചെയ്യുന്നത് ക്യാൻവയിലാണ്. ക്യാൻവയിൽ എങ്ങനെ ലേ ഔട്ട് വൈറ്റ് ആക്കാം, എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബാക്കി ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം. സോ നേരത്തെ ഞാൻ പറഞ്ഞത് ക്യാൻവ വെബ്സൈറ്റിൽ എങ്ങനെ ഇൻസ്റ്റഗ്രാം ലേ ഔട്ട് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ്. ഞാൻ ക്യാൻവ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്യാൻവ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്വയർ ഇമേജ് വെച്ചിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ലേ ഔട്ട് ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത്, അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈം ലൈനിലേക്ക് നിങ്ങൾ ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, ഇമേജ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇടുക. എന്നിട്ട് അതിനുശേഷം ഇമേജ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് ഒന്ന് പതുക്കെ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഒരു വൈറ്റ് ബോർഡർ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ വേറെ കുറേ ഇമേജുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഈ ആരോ ശ്രദ്ധിച്ചാൽ മതി. ആരോ ശ്രദ്ധിക്കുക, അത് കോപ്പി ചെയ്യുക. അതിനെ കോപ്പി ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഈ ഇമേജ് മാത്രം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് വേറൊരു ഇമേജ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇമേജ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് അതും ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇമേജും ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡിലേക്ക് പോവുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഓൾ പേജസ് ഉണ്ട്, ഓൾ പേജസ് ക്ലിക്ക് ചെയ്താൽ മതി. ഓൾ പേജസ് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആകുന്ന ഫോർമാറ്റ് സിപ്പ് ഫയൽ എന്ന ഫോർമാറ്റിലാണ് ഡൗൺലോഡ് ആകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ മാത്രം മതിയെങ്കിൽ പേജ് 1 ഉണ്ട്, പേജ് 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൺ കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഇത് വേറൊരു മെത്തേഡ് ആയിരുന്നു. വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എലമെന്റ്സിൽ പോവുക. എലമെന്റ്സിൽ പോയിട്ട് അതിൽ ഷേപ്സ് ഉണ്ടാവും. ഷേപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു സ്ക്വയർ ബോർഡർ സെലക്ട് ചെയ്യുക. ഇവിടെ ആരോന് അടുത്ത് കാണാം ഒരു സ്ക്വയർ ബോർഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമേജിന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. ബോർഡറിന്റെ കളറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബോർഡറിന്റെ കളർ ഒന്ന് വേണമെങ്കിൽ വൈറ്റ് ആക്കിക്കോളുക. വൈറ്റ് ആക്കാം. ബോർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇതും ഒരു മെത്തേഡാണ് ഇൻസ്റ്റഗ്രാമിൽ വൈറ്റ് ലേ ഔട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഈ സ്ക്വയർ ബോർഡർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നതാണോ ഇഷ്ടം, അതോ ഞാൻ ആദ്യം കാണിച്ച മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ ഞാൻ വേറെ ഒരു ടോപ്പിക്കായിട്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. If you like the video, please do share, subscribe and comment, and don't forget to comment below if you have any suggestions or something. Okay guys, cheers, thank you.